ഈ ശറഹുൽ അഖായിദിൽ നിന്ന് ഞാനൊരു ഇബാറത്ത് വായിച്ചു. മുമ്പ് ഞാനത് വായിച്ചില്ല എന്നൊക്കെ വല്ലാത്ത പരാതിയായിരുന്നു. അതിനെക്കുറിച്ച് മൂപ്പര് എന്തോ വലിയ ഒരു കാര്യം കിട്ടിപ്പോയി എന്ന സന്തോഷത്തിൽ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. സാധു വായിച്ചതൊക്കെയും ഇവർക്ക് തിരിയാതെ നട്ടം തിരിഞ്ഞതാണ്. ഇത് സാധ്യമാകുന്ന കാര്യമാണ് എന്നാണ് കിതാബിലുള്ളത് എന്ന് വായിക്കുന്ന രംഗം അൽഹംദുലില്ലാഹ് നമ്മൾ മശായിഖിന്റെ മടിത്തട്ടിൽ അവര് തന്ന ഊർജം കൊണ്ട് നമ്മൾ നേരിട്ടപ്പോ നമ്മുടെ മുമ്പിൽ വന്ന് ആയുധം വെച്ച് കീഴടങ്ങുന്ന രംഗമാണ് ഇന്ന് കാണിക്കാനുള്ളത്. അയാൾ തന്നെ പറയുകയാണ് അത് സാധ്യമാണ്, സാധ്യമാകാത്തതിൽ അതിനെ എണ്ണാൻ പാടില്ല, ഇത് കിതാബിലുള്ളതാണ്. കഴിഞ്ഞില്ലേ? അതാ അതിന്റെ ആവശ്യമുള്ള അയാളെന്നെ വായിച്ചോട്ടെ. ഇപ്പൊ എന്തൊക്കെ ബെഡായിയാ പൊട്ടിച്ചത്. മശായിഖന്മാരുടെ മടിത്തട്ടിൽ നിന്ന് കിട്ടിയ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ എന്തൊക്കെയോ ചെയ്തപ്പോൾ അയാൾ തന്നെ അത് സാധ്യമാണ് എന്ന് പറഞ്ഞ് എൻ്റെ ക്ലിപ്പ് കാണിക്കാൻ കേട്ടോളൂ കേട്ടോ. വായിച്ചോട്ടെ. അൽപായുസേ ഉള്ളൂ എന്ന് അവനും അറിയാം, എങ്കിലും ഒന്ന് പിടിച്ചു തൂങ്ങാം തൽക്കാലത്തേക്ക്. എന്താ പറഞ്ഞത്? ബലി തഹ്ഖീഖു എന്നല്ല, തഹ്ഖീഖ് അല്ലാ യുഅദ്ദ ഹാദൽ ഖിസ്മു. ഈ മൂന്നാമത് പറഞ്ഞ കിസ്മിനെ എണ്ണാതിരിക്കലാണ് മിമ്മ ലാ യുതാഖു, കഴിവില്ലാത്ത ഒന്നിൽ പെട്ടതായി എണ്ണാതിരിക്കുകയാണ് വേണ്ടത്. എന്ന് പറഞ്ഞാൽ അവർക്കതിന് കഴിവുണ്ടോ കഴിവില്ലേ? കഴിവുണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടത്. അതാണ് ഞങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ പറഞ്ഞതും അത് മാത്രമല്ല നൗഷാദെ. എന്തിനാണ് ഈ ജനങ്ങളെ പൊട്ടന്മാരാക്കുന്നത്? എൻ്റെ ക്ലിപ്പ് മുഴുവനും കാണിക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ? നിന്നെ ഞാൻ വെല്ലുവിളിക്കാൻ, ഞാൻ ആ പറഞ്ഞ ഭാഗം മുഴുവനായി കേൾപ്പിക്കാൻ നിനക്ക് ആർജവമുണ്ടോ നൗഷാദെ? ഇതാണോ നിന്റെ മശായിഖന്മാർ തന്ന ഊർജം? വല്ലാത്തൊരു ഊർജം തന്നെ. ഒരാളൊരു ആശയം പറയുമ്പോൾ അത് മുഴുമിപ്പിക്കാതെ ക്ലിപ്പ് കട്ട് ചെയ്തിട്ട് അതാണ് ഞങ്ങൾ പറഞ്ഞത് എന്ന് തൊള്ളയിടലാണോ നിന്റെ മശായിഖ് നിനക്ക് തന്ന ഊർജം? നീ എന്താ പറഞ്ഞത്? ഞാൻ അതിന് ശേഷം കൃത്യമായി പറയുന്നില്ലേ? അങ്ങനെ അവൻ്റെ ബിദ്ദാത്തിൽ, അവൻ്റെ പ്രകൃതിപരമായി അവനതിന് കഴിയുമെങ്കിലും അള്ളാഹുവിൻ്റെ ഇൽമ് മുൻകടന്നതുകൊണ്ട് അതവിടെ മുഹാലാവുകയാണ് എന്ന് മൂന്നാമത്തെ കസ്മായി വായിച്ചിട്ട് ഞാൻ പറഞ്ഞതിനെ നീ കട്ട് ചെയ്തിട്ടല്ലേ നീ വലിയ ഞങ്ങൾ ഉത്തരം മുട്ടിച്ചു, ഞങ്ങൾ പറഞ്ഞിടത്തേക്ക് എത്തി എന്നൊക്കെ ബെഡായി പൊട്ടിക്കുന്നത്? ഇതെന്നെക്കുറിച്ച് മാത്രമല്ല കേട്ടോ. നമ്മുടെ വാളക്കുളം അബ്ദുൽ അസീസ് സഖാഫി മൂപ്പരും ഈ വിഷയത്തിൽ നല്ല മറുപടി കൊടുക്കുന്നുണ്ട് കിതാബുകൾ ഉദ്ധരിച്ച്. അദ്ദേഹവും ഈ വിഷയം പറഞ്ഞതിനെ ഇതേപോലെ തന്നെ കട്ട് ചെയ്തിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഓൻ വലിയ ആളാകുക. അപ്പൊ ലിഗൈരിഹി മഹാലായതിന്റെ ഉദാഹരണമാണ് ഇബ്ലീസിന്റെ ഈമാൻ എന്നത്. ഇബ്ലീസ് മുഅ്മിനാവുക എന്നത് ലിദാത്തിഹി നോക്കിയാണെങ്കിൽ അത് മുംകിനാണ്. അതാ ഞങ്ങൾ പറയണങ്ങായി ലിദാത്തിഹി മുംകിനാണ് എന്ന് പറഞ്ഞാൽ സാധ്യമാണ്. മുംകിന് എന്ന് കണ്ടപ്പോ മൂപ്പർ അവിടെ വെച്ചങ്ങ് കട്ടാക്കി. എന്റെ സാധു, ലിദാത്തിഹി മുംകിനാണ് എങ്കിലും ലിഗൈരിഹി അത് മുഹാലായി. അതെന്താ നീ മിണ്ടാത്തത്? ശറഹുൽ അഖായിദിൽ അതില്ലേ? ലിഗൈരിഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഇൽമു മുൻകടക്കുക എന്ന മറ്റൊരു കാര്യം വന്നപ്പോൾ ഇതവിടെ എന്തായി? മുഹാലായി മാറി. ഇത് അസീസ് സഖാഫിയും വ്യക്തമായി പറയുന്നുണ്ട്. മൂപ്പർ അവിടെ വെച്ചത് കട്ടാക്കിയിട്ട് ആളുകളുടെ മുമ്പിൽ അതാ ഞങ്ങൾ പറയുന്നത് എന്ന വീരവാദം മുഴക്കാൻ. തട്ടിപ്പും വെട്ടിപ്പും മഹാന്മാരുടെ കിതാബുകളിൽ, അതുപോലെ നമ്മൾ പറയുന്ന വിഷയങ്ങളിലെ ക്ലിപ്പുകളിൽ എന്തിലും തട്ടിപ്പ് നടത്തുക. ഇവർ ഇബ്ലീസിൻ്റെ 1-ാം നമ്പർ അനുയായികളല്ലെങ്കിൽ പിന്നെ ആരാ അനുയായികൾ? പച്ചയായിട്ടല്ലേ ജനങ്ങളുടെ മുമ്പിൽ ഇവർ വെട്ടിപ്പ് നടത്തുന്നത്. എന്നിട്ടോ ലൗഹുൽ മഹ്ഫൂദിൽ എഴുതിയത് മഹാന്മാർക്ക് മായ്ക്കാൻ കഴിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു. ഞാൻ അതിനെ കൃത്യമായി മഹാനായ ഇമാം സ്വാവിയുടെ തഫ്സീറിൽ നിന്ന് വായിച്ചു കൊടുത്തു. മിണ്ടാട്ടില്ല. മൂപ്പർ അതിനെക്കുറിച്ച് പറയുന്നത് കേക്ക്. ലാസ്റ്റ് ഒരു പോയിന്റിൽ ഇവരെത്തി. അതായത് മടവൂര് ശൈഖുനെയാണ് തൊടുക. തൊട്ട് ഇവര് നേരെ പോയി ഇന്നത്തെ ഗണ്ണനത്തിൽ അയാൾ പറഞ്ഞു, അള്ളാഹു ഒരു കാര്യം കണക്കാക്കിയാൽ അതിനെ മാറ്റാൻ കഴിയില്ല. ആർക്ക് വരെ? മുഹമ്മദുർ റസൂലുള്ളാഹ്, ഹബീബായ തങ്ങൾക്ക് വരെ മാറ്റാൻ പറ്റില്ലെന്ന കടുത്ത വഹാബിസം ഇവിടെ വന്ന് പറയുമ്പോ, പണ്ട് അൽമനാറിൽ എഴുതിയ അതേ ഇബാറത്ത്, അൽമനാർ എന്ന മുജാഹിദിന്റെ പത്രത്തിൽ
അള്ളാഹുവിന്റെ റസൂലിന് കഴിവില്ലെന്ന് പറയാൻ ഇമാം സോവയുടെ ഇബാറത്ത് രേഖപ്പെടുത്തിയിരുന്നു. അതേ ഇബാറത്ത് വായിച്ച് പറയുന്നു, നോക്കൂ നിങ്ങൾ, എവിടെ എത്തിയവർ, എന്താ ഇവരെ അവസ്ഥ? അവസ്ഥയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല ചങ്ങാതി, എവിടെ എത്തിയിട്ടില്ല. ഞങ്ങൾ സുന്നത്ത് ജമാഅത്തിൽ അടി ഉറച്ച് തന്നെ നിൽക്കാൻ. ഞങ്ങൾ എവിടെയും പോയിട്ടില്ല. പോയത് നീയൊക്കെ തന്നെയാണ്. എന്താ സ്വാഭിമാമിൻ്റെ കിതാബിൽ നിന്ന് ഞാൻ വായിച്ചിട്ട് അതിനെ ഒരക്ഷരം കൊണ്ടുപോലും നീ ഗണ്ണിക്കാതിരുന്നത്? ഞാൻ വായിച്ചതൊക്കെ കേൾപ്പിക്കുന്നുണ്ടല്ലോ. എന്നിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് മടവൂരിനെയാണ് തൊടുക, CM വലിയുല്ലാഹിയാണ് തൊടുക. ഞങ്ങൾ CM വലിയുല്ലാഹിയെ തൊട്ടിട്ടില്ല, ഞങ്ങൾ റിഫായി ഷെയ്ഖിനെ തൊട്ടിട്ടില്ല, ഞങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ടിട്ടില്ല. മടവൂരിനെ വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പിഴച്ച ആശയം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ മഹാനായ CM വലിയുല്ലാഹിയുടെ ബറക്കത്ത് കൊണ്ട് നിങ്ങളെ നേരിടാൻ. എന്താ നിങ്ങൾക്ക് കഥയറിയോ? അതുകൊണ്ടാണ് ഞങ്ങൾ വായിക്കുന്ന ഇബാറത്തുകളെ തൊടാൻ പോലും നിനക്കൊന്നും കഴിയാതെ പോകുന്നത്. എന്നിട്ട് ഞാൻ സ്വാവിയിൽ നിന്ന് വായിച്ച ആ ഭാഗം ഇവൻ കേൾപ്പിക്കുന്നുണ്ട്. ഇത് സ്വാവി ഇമാമ് പറഞ്ഞതാണ്. ഞാൻ വായിച്ചതിലോ അർത്ഥം പറഞ്ഞതിലോ തെറ്റുണ്ടെങ്കിൽ നിനക്കത് ചൂണ്ടിക്കാണിക്കാം. വായിച്ചതും പറഞ്ഞതും അടിമുടി തെറ്റാണ്. വായിച്ചതും അർത്ഥം പറഞ്ഞതും അടിമുടി തെറ്റാണെങ്കിൽ നൗഷാദെ, നീ എന്തേ അതിനെക്കുറിച്ചൊരക്ഷരം പോലും മിണ്ടാതിരുന്നത്? നീ നേരെ മർക്കസിൽ നിന്നിറങ്ങിയ മൗലിദ് കിതാബിലേക്കല്ലേ ചാടിയത്? എന്താ നീ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാതിരുന്നത്? ഞാൻ ഇമാം ഷഅറാനിയുടെ അൽ യവാഖീതു വൽ ജവാഹിർ എന്ന കിതാബിൽ നിന്ന് വായിച്ചു. ലൗഹുൽ മഹ്ഫൂദിൽ എഴുതിയത് മായ്ക്കാൻ കഴിയില്ല. അതേസമയം വേറെ കുറേ ലൗഹകളുണ്ട്, അതിലെഴുതിയത് മായ്ക്കപ്പെടാം എന്നൊക്കെ ഞാൻ ഷഅറാനി ഇമാമിൻ്റെ കിതാബ് വായിച്ചു മറുപടി പറഞ്ഞിട്ട് ഒരക്ഷരം നീ അതിനെ ഖണ്ഡിച്ചു പറഞ്ഞോ? നീ നേരെ പകര ഉസ്താദിൻ്റെ ക്ലിപ്പും പൊക്കി പിടിച്ചോണ്ടല്ലേ വന്നത്? കിതാബ് വായിച്ചാൽ കിതാബ് കൊണ്ട് മറുപടി പറയണോ? ക്ലിപ്പുകൾ കൊണ്ടാണോ മറുപടി പറയേണ്ടത്? ഒരക്ഷരം പറയാൻ കഴിയാതെ നൗഷാദ് നട്ടം തിരിയാ ചെയ്തത്.